കണ്ടില്ലേ, എന്റെ പട്ടം മുകളിലെ താഴെ ലെഫ്റ്റ് റൈറ്റ് എല്ലായിടത്തും പോവും. ഇന്നാ നീയും പറത്തിക്ക. വേണ്ട വേണ്ട, എനിക്ക് പറപ്പിക്കാൻ അറിയില്ല. ഒന്ന് ശ്രമിച്ചു നോക്കിംലി. വലിക്കേ വലിക്കേ, പട്ട ആഞ്ഞു വലിക്കേ. ചഡ്ഡ അങ്കിൾ എന്തിനാ ഇത്ര ഡേഞ്ചറസ് ആയിട്ട് വണ്ടി ഓടിക്കുന്നറിയില്ല. വരൂ കുട്ടികളെ, ഇത് കഴിക്കൂ, നല്ല ഒന്നാം തരം ലഡു. ഹായ് ലഡു. വാവ്, എനിക്ക് ലഡു ഒരുപാട് ഇഷ്ടാ. മക്കളെ, ഇന്ന് മകരസംക്രാന്തി അല്ലേ, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപാട് ലഡു ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയും വേണോ അത്രയും കഴിച്ചോ. താങ്ക് യു പപ്പ. വീർ ടെറസിൽ നിന്ന് പട്ടം പറത്തിയാൽ മുകളിൽ നിന്നും താഴെ വീഴാൻ സാധ്യതയുണ്ട്, അറിയാമല്ലോ. പട്ടം പറത്തുമ്പോൾ ഏതെങ്കിലും തുറന്ന വിശാലമായ മൈതാനത്ത് പോയി നിന്ന് വേണം പറത്താൻ. ഓക്കേ പപ്പ, ഞങ്ങള് മൈതാനത്തിൽ പോയി വട്ടം പറത്തിക്കോളാം. വീർ വീർ, എനിക്കും പട്ടം പറപ്പിക്കണം. വരൂ, നമുക്ക് മൈതാനത്തിൽ പോയി പട്ടം പറത്താം. ഇല്ല, എനിക്ക് ഇവിടെ നിന്ന് പറപ്പിക്കണം. ഇന്നിവരെ കൈയോടെ പിടികൂടിയിട്ട് തന്നെ ബാക്കി കാര്യം. നൂലില്ലാതെ ഇവരെങ്ങനെ പട്ടം പറപ്പിക്കുന്നേ? നൂലില്ലാതെ എങ്ങനെ ഇത് പറക്കുന്നത്? ജിൻഡു, വണ്ടിയെല്ലാം വീണ്ടും കണ്ടു. മന്ത്രശക്തി ഉപയോഗിക്കുമ്പോൾ നിനക്കൊന്ന് ശ്രദ്ധിച്ചൂടെ? ഇന്ന് ഇവനെ ഞാൻ എന്റെ മന്ത്രശക്തി എല്ലാം കാണിക്കാൻ പോവുകയാണ്. ചുൾബുൾ, ഈ നൂല് കൊണ്ട് പട്ടത്തിൽ കെട്ട്. ചുൾബുൾ എങ്ങനെയാ കെട്ടുക? പട്ടം അങ്ങ് ദൂരെ ആകാശത്തല്ലേ? ചെല്ലു വണ്ടി, നീയും ചെല്ല്. ചുൾബുളിന് കമ്പനി കൊടുക്ക. ഞാൻ പോകുന്നില്ല. മമ്മി, എന്നെ ഒന്ന് രക്ഷിക്ക. വണ്ടി സൂക്ഷിച്ചോ, ചുൾബുൾ നിന്നെ ഇടിച്ചിടാതെ നോക്കണേ. മമ്മി, ജിൻഡു, നീ എന്തിനാ അവനെ വെറുതെ ശല്യം ചെയ്യുന്നേ? മന്ത്രശക്തി മിസ്യൂസ് ചെയ്താൽ അത് നല്ല കാര്യമൊന്നുമല്ല. അവൻ എന്നും വന്ന് നമ്മുടെ കാര്യങ്ങൾ ഒളിഞ്ഞു നോക്കുന്നതും അത്ര നല്ലതല്ല. ഇന്ന് അവനൊരു പാഠം പഠിപ്പിച്ചേ മതിയാകൂ. നിങ്ങൾ പോയിക്കോളൂ, എന്താ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. എന്നാ പിന്നെ വീർ, ആദ്യം നിന്റെ സർവീസിങ് അങ്ങ് ചെയ്തേക്കാം. ഇന്ന് വീറിന്റെ കള്ളക്കളികളെല്ലാം ഞാൻ പുറത്താക്കും. മമ്മി, വീർ വീർ, എവിടെയാ നീ? എവിടെയാന്ന്? നോക്ക് അച്ഛൻ തന്നെ സ്വയം നോക്ക്, വേഗം നോക്ക്. നിങ്ങൾ എന്താണ് സാർ ഈ ചെയ്യുന്നത്? വണ്ടി, നീ പറഞ്ഞ മെഷീൻ എവിടെ? എപ്പം നോക്കിയാലും എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത്തവണ ഞാൻ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛാ. ഒരു മിനിറ്റ്. ദേ കണ്ടില്ലേ? അത് ആ ക്ലിപ്പ് ഇത് എവിടെ പോയി? ഞാൻ ഷൂട്ട് ചെയ്താണല്ലോ. നീ ചെവിക്ക് പിടിച്ച് നേരെ വീട്ടിലോട്ട് വാ. അപ്പൊ ഞാൻ പറഞ്ഞു തരാം ആ ഫോണിലുണ്ടായിരുന്ന ക്ലിപ്പ് എവിടെ പോയെന്ന്. മമ്മി, ഞാൻ സത്യമാണ് പറഞ്ഞത്. ഞാൻ പറയുന്നൊന്ന് കേക്കാം. മമ്മി, ഞാനിപ്പോ എന്ത് സത്യ പറഞ്ഞത്? മമ്മി, നമ്മളിവിടെ എന്തിനു വന്നതാ? നീ വീട്ടിലോട്ട് വാടാ, നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. സംശയം ശരിയാണ്. ഇത് തത്തമ്മയാണ് കള്ളൻ. വേഗം വന്ന് ഇതിലെ പിടിക്ക്. തത്തമ്മയെ കൊണ്ട് ആരോ ഇത് ചെയ്യിപ്പിക്കുകയാണ്. തത്തമ്മയുടെ പിന്നാലെ പോയി ഞാനവരെ പിടിച്ചോളാം. അത് പുറത്തേക്ക് പറന്നു പോയി. ഡോണ്ട് വറി, ഞാൻ കാണുന്നുണ്ട്.
ഓടുന്നതിന്റെ അത്രയും വേഗത്തിൽ കാലും കൊണ്ട് ഓടാൻ കഴിയില്ല. നീ ചിണ്ടുവിനെ വിളിക്ക്, അവൻ നമ്മളെ പറത്തിക്കൊണ്ട് പോകും. ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് തത്തമ്മയുടെ പിന്നാലെ പോണം. ഞങ്ങളെ പറത്തിക്കൊണ്ട് പോ. അങ്ങയുടെ ആഗ്രഹങ്ങളാണ് എനിക്കുള്ള ആജ്ഞ. ആ, യേ! വരൂ മോനെ, നമുക്ക് പോയി ആ ടാക്സി ഡ്രൈവറെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. താനാരാടോ? വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. ഓ നിക്ക് അല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് നിൽക്ക്. ദേ നിൽക്കുന്നു മുഖത്ത് മറുകുള്ള ഡ്രൈവർ. മോനെ, നീ ഞങ്ങളെ ഫുർസത്ത് കഞ്ച് വരെ ഒന്ന് കൊണ്ടുപോകുമോ? പിന്നല്ലാതെ കൊണ്ടുപോകാമല്ലോ അപ്പൂപ്പ. വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് പൈസ കിട്ടുക? പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുക? ശരി ഓക്കെ, നമുക്ക് പോവാം. വീർ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നൊന്ന് പറയാമോ? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഈ ടാക്സി ഡ്രൈവർ ആളില്ലാത്ത റോട്ടിൽ പോയി ഈ വണ്ടി നിർത്തും, എന്നിട്ട് യാത്രക്കാരെ കൊള്ളയടിക്കും. അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. ഇതാണോ ഇത്രയും വലിയ പ്രശ്നം? ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇപ്പൊ എന്താ ചെയ്തെന്ന് വേഗം പറ. അങ്കിളിന് ഇതെന്താ പറ്റിയ? അങ്കിൾ എന്തിനാ കരയുന്നേ? മുന്നിൽ റോഡൊന്നും കാണുന്നില്ല. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. മുന്നിൽ മാത്രമല്ലടോ, താഴെയും റോഡൊന്നും ഇല്ല. എന്റെ ടാക്സി ഭൂമിയിൽ ഓടുന്നതായിരുന്നു, ഇതെങ്ങനെ എയർ ടാക്സി ആയി മാറി? അത് പിന്നെ ആളൊഴിഞ്ഞ വഴികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ആളുകള് എങ്ങനെ മോഷ്ടിക്കാന്നാ ഞാൻ ചിന്തിച്ചത്. ഇപ്പൊ തന്നെ എല്ലാം പഴയതുപോലെ നോർമലാക്ക്, എന്നിട്ട് എല്ലാവരുടെയും ഓർമ്മ മായ്ച്ചു കളാ. എന്നാ പിന്നെ പോയാലോ സാറേ? ശരി, പോയിക്കോ അങ്കിളെ. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം മര്യാദയ്ക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നോളൂ, അല്ലെങ്കിൽ ഇയാൾക്ക് സംഭവിച്ചതുപോലെ നിങ്ങൾക്കും സംഭവിക്കും. അയാൾക്ക് ഇതുവരെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല, ഇനി സംഭവിക്കും. Nice jump. അതിനെന്തിനാ നീ ഇത്രയും ഉയരത്തിൽ പോയത്? എന്നാ ശരി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അയ്യോ, ഊതാം. ബോസ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ. കൈ കിട്ടുന്നെല്ലാം വാരിയെടുത്ത് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. എന്ത് പറ്റി? എന്താണ് സംഭവം? പോലീസിന്റെ റെയ്ഡ് വല്ലതും വരുന്നുണ്ടോ? ഇല്ല, പോലീസ് ഒന്നും വന്നില്ല. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഭൂതങ്ങൾ ഇവിടെ റെയ്ഡ് നടത്തുകയാ. നമ്മളിവിടെ ഊടായ്പ ഭൂതത്തിന്റെ വേഷം കെട്ടി നാടകം കളിച്ചോണ്ടിരിക്കുകയല്ലായിരുന്നോ? ശരിക്കുള്ള ഭൂതത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാ തോന്നുന്നത്. അല്ല, നീ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത്? ശരിക്കും അങ്ങനെ ഭൂതവും പ്രേതവും ഒന്നും ഇല്ല. ആരെങ്കിലും നമ്മളെ പോലെ നാടകം കളിക്കുന്നതായിരിക്കും. എന്നിട്ട് നമ്മളുടെ വലയിൽ തന്നെ നമ്മളെ വീഴ്ത്താനുള്ള പ്ലാൻ ആയിരിക്കും. ആദ്യമായിട്ടാ ഞാൻ ഭൂതങ്ങളുടെ വായിന്ന് ഭൂതം ഇല്ലാന്ന് പറയുന്നത് കേൾക്കുന്നത്. നിങ്ങൾ ഇത്രയും നാളെ എല്ലാവരും പേടിപ്പിച്ചതല്ലേ, ഇനി നിങ്ങളെ കുറച്ചൊന്ന് പേടിക്ക്. അയ്യോ ഭൂതം ചേട്ടാ, ഞങ്ങളോട് ക്ഷമിക്ക്. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഭൂതങ്ങളുടെ വേഷം കെട്ടില്ല. ഇനി ഒരിക്കലും ഞങ്ങൾ തെറ്റായ പ്രവൃത്തികൾ ചെയ്യില്ല. അയ്യോ, ഞങ്ങളോട് ക്ഷമിക്കണേ. ഞങ്ങളെ വെറുതെ വിടണേ. ഞങ്ങൾ കിട്ടാൻ ചെയ്ത് എല്ലാവരും ഞങ്ങൾ വെറുതെ വിട്ടോളാം. ഞങ്ങളെ ഒന്ന് വെറുതെ വിടേ പ്ലീസ്. ഞങ്ങളെ ഒന്നും ചെയ്യരുത്. ശരി, വെറുതെ വിട്ടേക്കാം.
എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു നീ ഞങ്ങളെ രക്ഷിക്കാൻ വരുമെന്ന്. ഞാൻ പോലീസിനെയും വിളിച്ചോണ്ട് വന്നു. വെരി ഗുഡ് ഇംലി, നമുക്ക് പോവാം അപ്പൂപ്പ. വരൂ സരിക. ആ, മമ്മി. ഓ താങ്ക് യു മുത്തശ്ശ, താങ്ക് യു വീർ. നിങ്ങൾ രണ്ടുപേരും എനിക്ക് എന്റെ മോളെ രക്ഷിച്ചു തന്നത്. രക്ഷിക്കണേ, എന്നെ ഒന്ന് രക്ഷിക്കണേ, ഇതെന്താ? രക്ഷിക്കണേ.